തമിഴ്നാട്ടിലെ കാരൂരിൽ നടൻ വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടിയായ TVKയുടെ റാലിയിൽ സംഭവിച്ച സ്റ്റാമ്പീഡിനെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും. 40ഓളം പേരാണ് അതിൽ മരിച്ചത്. അതിൽ 9 കുട്ടികൾ, സ്ത്രീകൾ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഇതിൽ TVKനെയും വിജയനെയും ആക്ഷേപിച്ച് കുറ്റപ്പെട്ട് മുന്നോട്ട് വരുന്നവരുണ്ട്. റൂളിംഗ് പാർട്ടി ആൻഡ് സ്റ്റാലിൻ ഗവൺമെന്റിനെ, പോലീസിനെ, ഇവരുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നവരുണ്ട്. ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റും വിജയുടെ പൊളിറ്റിക്കൽ കരിയർ എൻഡ് ചെയ്യാൻ നോക്കുന്നവരുണ്ട്. ഇത് യൂട്ടിലൈസ് ചെയ്ത് വിജയ്ക്കെതിരെ യൂസ് ചെയ്യാൻ നോക്കുന്ന റൂളിംഗ് പാർട്ടിനെ നമുക്ക് കാണാം. അങ്ങനെ കുറെ ഡൈനാമിക്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ വിട്ടിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇതിപ്പോ സൗത്ത് ഇന്ത്യയിൽ തന്നെ നടക്കുന്ന മൂന്നാമത്തെ ഒരു സ്റ്റാമ്പീഡാണിത്. ഫസ്റ്റ് പുഷ്പ 2 റിലീസിന്റെ സമയത്ത് അല്ലു അർജുൻ തിയേറ്റർ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ സ്റ്റാമ്പീഡും മരണങ്ങളും, അത് കഴിഞ്ഞിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിൻ ചെയ്തപ്പോൾ ബാംഗ്ലൂരിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഉണ്ടായിട്ടുള്ള ആൾക്കൂട്ട തിരക്കിനിടയിൽ ആൾക്കാർ മരിച്ചത്. അതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഈ ഇൻസിഡന്റ് ആണ്. ഇത് പോരാണ്ട് നമ്മൾ ഈ വർഷം തന്നെ മഹാകുംഭമേളയുടെ സമയത്ത് നോർത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടായിട്ട് കുറെ ആൾക്കാർ മരിച്ചതിന് നമ്മൾ കാണാനിടയായി. അപ്പോൾ ഇന്ത്യയുടെ ഈ ക്രൗഡ് ക്രൈസിസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് റൈസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ആരെ വേണമെങ്കിലും നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാം, ഇത് അവരുടെ ഫോൾട്ടാണ്, ഇവരുടെ ഫോൾട്ടാണ്, ഗവൺമെന്റ് സിസ്റ്റത്തിന്റെയാണ്, അത് ഇതെന്നൊക്കെ പറയാം. ബട്ട് അത് എന്റെ ഇതിലെ ഇതിൽ മരിക്കുന്നവർക്ക് അവരുടെ ജീവിതം പോയി, അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് പോയി എന്നല്ലാതെ വേറെ ആർക്കും വലിയതായിട്ടൊന്നുമില്ല. ആൻഡ് ഇപ്പൊ ഈ തമിഴ്നാടിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഒരു സെലിബ്രിറ്റിയാണ്. വിജയനോടുള്ള അവരുടെ TVK പാർട്ടിയോടുള്ള പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ കാരണമാണ് അത്ര ആൾക്കാർ അവിടെ പോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ പാർട്ടി, പ്രത്യേകിച്ച് വിജയ്ക്ക് മുഖ്യമന്ത്രി ആവാന്നല്ലാതെ അവരുടെ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്കൽ എന്താ ഫണ്ടമെന്റൽസ് എന്താണെന്ന് പോലും മിക്ക ആൾക്കാർക്ക് അറിയില്ല. ഇപ്പൊ വിജയ് എന്നുള്ള സ്റ്റാറിനോടുള്ള ഒരു ഓവർ താരാരാധന കാരണമാണ് ആൾക്കാർ അവിടെ തിങ്ങി നിറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ ആസ് എ പോപ്പുലേഷൻ, ഇന്ത്യൻ ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ഇത്രയും വലിയ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഗർഭിണികളെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഗർഭിണികൾ പോകുക, നമ്മുടെ തീരെ കുഞ്ഞു പ്രായമുള്ള മക്കളെ കൊണ്ടുപോവുക, വെള്ളവും ശ്വാസവും ഒന്നും കിട്ടാതെ മണിക്കൂറുകൾ കാത്തിരിക്കുന്നതിന്റെ അത്രയും ഈ സ്റ്റാർസ് ഒക്കെ അത്രയും നമുക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഈ ഓസ്ട്രേലിയ വേൾഡ് കപ്പ് ജയിച്ച സമയത്ത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം അവരുടെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയ സമയത്ത് അവരുടെ ആൾക്കാർ വെരി നോർമൽ, ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ഉണ്ട്, അവരുടെ വേൾഡ് കപ്പ് ട്രോഫി ഉണ്ട്, വളരെ നോർമൽ ആയിട്ട് അവർ പോകുന്ന ഇത് നമ്മൾ കണ്ടിരുന്നു. നേരെ തിരിച്ച് ഒരു IPL ട്രോഫി ജയിച്ചതിന്റെ പേരിൽ ഇന്ത്യയിൽ നടന്നത്, ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന സംഭവം നമുക്കറിയാം. ആൻഡ് എനിക്കറിയില്ല ഇന്ത്യൻ ആൾക്കാർ എന്നാണ് ഈ ഓവർ താരാരാധന അല്ലെങ്കിൽ ഓവർലി ഇമോഷണലി ഇൻവോൾവ് ഒരു ഫിലിം സ്റ്റാർസിനെയൊക്കെ നോട്ട് ബിഗ് ഡീൽ എന്ന് പറഞ്ഞാൽ എന്ന ആൾക്കാർ അത് ഇതാക്കി വിടുന്നു, അന്ന് തീരും. ഇവരുടെയും ഒരു പരിധി വരെയുള്ള ഇവരുടെ ആ ഒരു എന്താ പറയാ ഹോളിയർ തൗ ആറ്റിറ്റ്യൂഡും മാറിക്കിട്ടും. ആൻഡ് ഇങ്ങനത്തെ കുറെ ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അവർ നമ്മളെ പോലെ ജസ്റ്റ് ലൈക്ക് എനിബഡി എൽസ് അവരവർ ജോലി ചെയ്യുന്നു നമ്മൾ ചിന്തിച്ചാൽ മതി. ആൻഡ് ഇങ്ങനത്തെ ഇതില് പിന്നെ നമുക്ക് ഈ തമിഴ്നാട് ഇൻസിഡന്റ് നോക്കുകയാണെങ്കിൽ സിനിമയിൽ രക്ഷകൻ കളിക്കുന്ന പോലെ ജീവിതത്തിൽ അതത്ര ഈസി അല്ല. ആൻഡ് സിനിമയിൽ കാണുന്ന ഒരു ഗ്രാമത്തിനെ മൊത്തം രക്ഷിക്കുന്ന, ഒരു നാടിനെ മൊത്തം രക്ഷിക്കുന്ന അത്രയും ഈസി ഒന്നും അല്ല റിയൽ ലൈഫിൽ കാര്യങ്ങൾ നടക്കാൻ. ആൻഡ് നിങ്ങൾ സിൽവർ സ്ക്രീനിൽ കാണുന്ന ആ ഹീറോ അല്ല റിയൽ ലൈഫിൽ. ഇപ്പൊ വിജയ് ആണെങ്കിൽ പോലും ഒന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ കാരൂരിൽ നടന്ന സംഭവം തന്നെ. സോ ഇനിയെങ്കിലും ആൾക്കാർ ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ ഐഡലൈസ് ചെയ്യുന്നതിനെ നിർത്തുക. ആൻഡ് ഗവൺമെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഭയങ്കരമായിട്ട് ക്രൗഡ് പങ്കെടുക്കുന്ന ഇവന്റ്സ് നടത്താനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇല്ല. ആൻഡ് അത് മനസ്സിലാക്കി പോലീസ് ആൻഡ് ആ പർട്ടിക്കുലർ സ്ഥലത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ആൾക്കാർ അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് സ്ട്രിക്റ്റ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻസിഡൻസ് നടന്നുകൊണ്ടേയിരിക്കും. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആർക്ക് പോയി, ആ മരിച്ച ആൾക്കാർക്കും അവരുടെ വീട്ടുകാർക്കും പോയി. ഗവൺമെന്റും ആൾക്കാരും ഒരുപാട് പൈസ, ധനസഹായം, അത് ഇത് കുറച്ച് മീഡിയ അറ്റൻഷൻ ഒക്കെ കുറെ ആൾക്കാർക്ക് കിട്ടുമായിരിക്കും. ബട്ട് ഒരാൾ മരിച്ചു പോയതിന്റെ ലോസ് ഇതുകൊണ്ടൊന്നും